Mindtrend FX. Your journey to mastering the markets begins now. Hi everyone, it's me Rahul. Welcome to Mindtrend FX YouTube channel. So, നമ്മുടെ ലാസ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് നിഫ്റ്റി ഏതെങ്കിലും ഒരു സൈഡിലോട്ടൊന്ന് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ബട്ട് ടുഡേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്യാപ്പ് ഡൗൺ കഴിഞ്ഞിട്ട് ഒരു സ്ലൈഡ് 146 പോയിൻറ്റ്സ് ഡൗൺസ് നിഫ്റ്റി മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റി. ബട്ട് നമുക്ക് ആസ് ഒരു ഓപ്ഷൻ ബയർ എന്ന് പറ്റിയൊരു മൂവ്മെൻ്റ് അല്ലായിരുന്നു ഇന്ന്. ദാറ്റ്സ് വൈ ഞാൻ ഇന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ ഐ ആം നോട്ട് ഇൻ ദ നിഫ്റ്റി. ഓക്കെ, സോ വൈ? അതിന് കാരണം എന്താണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നിഫ്റ്റി രാവിലെ ഒരു 1 ക്യാൻഡിൽ ഫാൾ തന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് മുകളിലോട്ട് പോയി. ഓക്കെ, ഇറ്റ്സ് ഫൈൻ, റീടെസ്റ്റിന് വേണ്ടി മുകളിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് താഴോട്ട് വന്നു. സോ ഈ ഡേ ലോയിലൊക്കെ ട്രേഡ് എടുത്തവർക്കാണെങ്കിൽ അത് അവർ പാനിക്കായിട്ടുണ്ടാവും ഈ ഒരു ഹൈസിൽ. അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി മെല്ലെ താഴോട്ട് വന്നു. എന്നിട്ട് ഈ റേഞ്ചിൽ നിന്ന് എടുത്തു വെച്ചവരുടെയൊക്കെ ലിക്വിഡിറ്റി ഇവിടെ സ്വീപ്പ് ചെയ്തു. അതായത് ഇവിടെ നിന്നുള്ള ഈ റേഞ്ചിൽ നിന്ന് ബൈയിൽ ഹോൾഡ് ചെയ്തവരുടെ എല്ലാം ലിക്വിഡിറ്റി ഈ ഒരു ക്യാൻഡിലിൽ എടുത്തു. അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്തു. കുറച്ചൊന്ന് മുകളിലോട്ട് പോയിട്ട് ക്ലോസ് ചെയ്തു. ഇതാണ് ഇന്ന് സംഭവിച്ചത്. ഓക്കെ, ആ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ബ്ലൂ ലൈൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഡെയിലി കാണുന്നവർക്ക് അറിയാം. ഈ ബ്ലൂ ലൈൻ ഞാനിവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഒരു ബൈ സോൺ ആയിരിക്കും, ഇത് നമ്മുടെ ഒരു ഡിമാൻഡ് സോൺ ആയിരിക്കും. ഇവിടുന്ന് നമുക്ക് റിജക്ഷൻ കാണുകയാണെങ്കിൽ നമുക്ക് എടുക്കാം എന്ന്. സോ ആ ഒരു രീതി തന്നെയാണ് നിഫ്റ്റി വന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ. അപ്പം ലാസ്റ്റ് സ്വിംഗ് ഹൈ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ 25,857. ഈ റേഞ്ചിലാണ് നമ്മുടെ ആ ഒരു ലോവർ ഹൈസ് നമുക്കുള്ളത് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ. അതായത് ഇവിടുന്ന് ഹയർ ഹൈ പാറ്റേൺ ഉണ്ടാക്കി മുകളിലോട്ട് പോയെങ്കിലും ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തുകൂടി നിഫ്റ്റി താഴോട്ട് വന്നു. സോ ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്വിംഗ് ലോ. കുറച്ചുകൂടെ ഫേവർ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഗ്യാപ്പിൻ്റെ മുകളിൽ. സോ നാളെ നമുക്ക് ഒരു എൻട്രി വരികയാണെങ്കിൽ നമുക്ക് അറിയാം ചെറിയൊരു ട്രെൻഡ് ലൈൻ ഇവിടുന്ന് വരുന്നുണ്ട് അല്ലേ. ചെറിയൊരു പാറ്റേൺ ഇവിടുന്ന് വരുന്നുണ്ട്. ഒരു ട്രെൻഡ് ലൈൻ, ഒരു നിഫ്റ്റി മൂവ് ചെയ്ത ഒരു പാറ്റേണിലാണ്. സോ നമുക്ക് നാളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചെറിയൊരു പോയിൻറ്റ്സേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. അപ്പോൾ സോ ആസ് എ ഒരു ബയ്യർ നമുക്ക് ആ ചെറിയ പോയിൻറ്റ്സ് കിട്ടിയിട്ടൊന്നും ചെയ്യാനില്ല. നമുക്ക് റിസ്ക് റിവാർഡ് പോലും നമുക്ക് എടുക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഇവിടുന്ന് റിസ്ക് ഒരു 2,000 പോയിൻറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2,000 പോയിൻറ്റ്സ് പോലും അവിടെ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഫാളിൽ ഈ ഒരു ഇതിൽ ഗ്യാപ്പ് ഫില്ലിങ്ങിൽ നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, എക്സ്പെക്റ്റിംഗ് ഇന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതായിരുന്നു. ബട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓൾറെഡി ബ്ലൂ ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്ലൂ ലൈന് തട്ടി നിഫ്റ്റി മുകളിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ആ ബ്ലൂ ലൈൻ എങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമ്മുടെ കോഴ്സിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് അവിടെ ആ ഒരു സോൺ നമ്മൾ എടുക്കേണ്ടതെന്ന്. ഓക്കെ, സോ ട്രേഡ് അറിയാത്തവർ ട്രേഡ് പഠിച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ലോസ് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, നമുക്കൊരു സൈക്കോളജി ആദ്യം വേണം. പിന്നെ നമുക്ക് വേണ്ടത് നോളജാണ്, സ്കില്ലാണ്. അത് കഴിഞ്ഞിട്ട് വേണം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ട്രേഡിങ് ഈസ് എ പ്യുവർ ബിസിനസ്. ഓക്കെ, നമ്മളൊരു ബിസിനസ് എന്ത് ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. സോ ട്രേഡിങ് ഈസ് ലൈക്ക് എ ബിഗ് ബിസിനസ് ഇൻ ദ വേൾഡ്. ഓക്കെ, സോ ഈ ഒരു നമ്മുടെ നാളത്തെ വ്യൂ എന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു ഹൈയുടെ മുകളിൽ, ആ സ്വിംഗ് ഹൈയുടെ മുകളിൽ, ഈ ബ്ലൂ ലൈനിൻ്റെ മുകളിൽ 25,900 മുകളിൽ, 25,900 മുകളിൽ നാളെ നിഫ്റ്റി വരികയാണെങ്കിൽ നമുക്ക് നാളെ നിഫ്റ്റിനെ മുകളിലോട്ട് ഈ 26,000 നമുക്ക് ട്രേഡ് ചെയ്യാം. ബട്ട് വിത്ത് സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ്. കാരണം നാളെ വീക്കെൻഡ് ലാസ്റ്റ് ഡേ ആണ്, വർക്കിംഗ് ഡേയുടെ. ഓക്കെ, നാളെ വീക്കെൻഡാണ്, അതായത് വെള്ളിയാഴ്ചയാണ്. സോ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ സാറ്റർഡേ സൺഡേ ഇപ്പോൾ എന്തും നടക്കും. വേൾഡിൽ നടക്കുന്ന പല അൺവാണ്ടഡ് തിങ്സ് ഒക്കെ സാറ്റർഡേ സൺഡേ ആണ് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇൻവെസ്റ്റേഴ്സിനൊന്നും പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല വെള്ളിയാഴ്ച ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നാളെ നിഫ്റ്റിയിൽ ഒരു ബിഗ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് നമുക്ക് നോക്കാം നിഫ്റ്റിയിൽ. കാരണം നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലോട്ട് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈസ് ഫൈൻ. ബാങ്ക് നിഫ്റ്റി വീണ്ടും നമ്മൾ ഇന്നലെ പറഞ്ഞ നമ്മുടെ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. നിഫ്റ്റിയുടെ അത്ര വീക്കും അല്ലായിരുന്നു ബാങ്ക് നിഫ്റ്റി. സോ ബാങ്ക് നിഫ്റ്റി 60,879 അല്ലെങ്കിൽ 61,000 മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഒരു എൻട്രി നോക്കാം. ഈ റേഞ്ചിൽ നാളെ ബാങ്ക് നിഫ്റ്റിയിലും നിങ്ങൾക്ക് ട്രേഡ് ഇല്ല. ഓക്കെ, സോ നിഫ്റ്റി ബാങ്കും അതാണ് വ്യൂ ഉണ്ടായിരുന്നത്. ആൻഡ്
മനസ്സിലായല്ലോ. നിഫ്റ്റിയുടെ വ്യൂ നമുക്ക് ഈ ലോയുടെ താഴെ ഇത് ഓൾറെഡി ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടുള്ള ഒരു പുഷാണ് മുകളിലോട്ട് വന്നിട്ടുള്ളത്. സോ ഇത് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ വി ക്യാൻ ട്രേഡ് ഫോർ എ ബൈ സൈഡ് എബോ 25,900 മുകളിൽ. ഓക്കെ, ഈ ഒരു ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയയുടെ മുകളിൽ നമുക്ക് ട്രേഡ് ചെയ്യാം ബൈ സൈഡിലോട്ട്. ആൻഡ് സെൽ സൈഡ് നമുക്ക് താഴോട്ട് തന്നെ വരണം. കാരണം സെൽ സൈഡ് ഇതിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഇനി ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ആൻഡ് ആരെങ്കിലും പുട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഓപ്പൺ ചെയ്യുമ്പോൾ പ്രീ മാർക്കറ്റ് നോക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക, എന്നിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, കാരണം ഫിനാൻസ് സെക്ടർ കുറച്ച് ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. സോ ബാങ്കും ഫിനാൻസും കൂടെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ചിലപ്പം ഒന്ന് മുകളിലോട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് നോക്കണം നമ്മൾ. ഇന്ന് ICICI ബാങ്കൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ICICI ബാങ്ക്. ആൻഡ് നമ്മുടെ ട്രേഡ്സ് ഏതൊക്കെയായിരുന്നു? നമ്മുടെ ട്രേഡ്സ് എന്നുണ്ടായിരുന്നത് ഐ തിങ്ക് ഒന്ന് ഹിന്ദ് കോപ്പർ, ഇത് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ട്രെൻഡ് നമ്മൾ 2 വട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ട്രെൻഡ് നമ്മൾ ഫസ്റ്റ് എൻട്രി നമ്മുടെ ഇവിടുന്നായിരുന്നു. ട്രെൻഡിൻ്റെ ഫസ്റ്റ് എൻട്രി നമ്മുടെ ഇവിടുന്നായിരുന്നു. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പം ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഓൾറെഡി 1 day ബിഫോർ പ്രയർ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രെൻഡിൻ്റെ. സോ ഇവിടെ വരെയായിരുന്നു ടാർഗറ്റ്. സെക്കൻഡ് എൻട്രി ഞാൻ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ 2 എൻട്രിയിൽ എടുത്തവർക്കും പ്രോഫിറ്റാണുള്ളത്. ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ആൻഡ് പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത് വേറെ ഗ്ലെൻമാർക്ക് ഫാർം. ഓക്കെ, ഗ്ലെൻമാർക്ക് ഫാർമയാണ് വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഗ്രൂപ്പിൽ. ഗ്ലെൻമാർക്ക് ഫാർമയും നമ്മുടെ എൻട്രി കഴിഞ്ഞിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എൻട്രി എടുത്ത ലെവലിൽ നിന്ന് എടുത്തവരെല്ലാം പ്രോഫിറ്റ് തന്നെയായിരിക്കും എക്സ്പെക്റ്റിംഗ് ദ ഫർദർ മൂവ്. ഓക്കെ, ഫോർ ടുമാറോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി 3-4 ദിവസം കൊണ്ട് ഞാൻ പറയുന്നുണ്ട്, ഫോർ ടുമാറോ ഫോർ സ്വിംഗ് ട്രേഡിംഗ് നമുക്ക് ഐനോക്സ് ഫിൻഡ് നമുക്ക് ഹോൾഡ് എടുക്കാം. 110 മുകളിൽ ഐനോക്സ് ഫിൻഡ് നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് തരും. PGEL, ഓക്കെ, PGEL നിങ്ങൾ നോക്കി വെച്ചോ. നമ്മൾ ഒരു ഫർദർ മൂവ്മെൻറ്റ് നല്ലൊരു ഹയർ ലോ ഒരു പാറ്റേൺ ആണ് മൂവ് ചെയ്യുന്നത്. സോ PGEL നമുക്ക് മുകളിലോട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് നമ്മുടെ എന്താണ് TVS മോട്ടോഴ്സ് ഈ ഒരു ഹൈയുടെ മുകളിൽ നമുക്ക് നോക്കാം. TVS മോട്ടോഴ്സിനെ ഈ ഒരു ഹൈയുടെ മുകളിൽ TVS മോട്ടോഴ്സിന് നോക്കാം. ഈ ഡേ ഹൈ ഈ 3,906. ഓക്കെ, 3,906 മുകളിൽ നമുക്ക് PGELനെ നോക്കാം. ആൻഡ് ഓറോമിൻഡ ഫാർമനോ ട്രെൻഡ് മുന്നോട്ട് ഈ ഒരു കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ട്രെൻഡ് നമ്മുടെ ഫൈനൽ ടാർഗറ്റ് 4,433 ആണ്. ഓക്കെ, സോ അത് നിങ്ങൾ നോക്കി വെച്ചോ ട്രെൻഡ്. ആൻഡ് TMPV എക്സ്പെക്റ്റിംഗ് ഒരു അപ്പ് മൂവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 387 മുകളിൽ 393, 398 നമ്മുടെ മോളോട്ടുള്ള ടാർഗറ്റ് ഇതായിരിക്കും നമ്മുടെ മോളോട്ടുള്ള ടാർഗറ്റ്. ഇത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനെ നോക്കാം. TMPV ഇസ് ഗുഡ് ഫോർമേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഓക്കെ ഹിന്ദ് കോപ്പറും ഉണ്ട്. 627 മുകളിൽ ഹിന്ദ് കോപ്പറിനെ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഇതിൻ്റെ മുകളിലോട്ട് ഇവിടം വരെ ഈ ഒരു ഏരിയ വരെ നമുക്ക് ട്രേഡ് ചെയ്യാം. 674 വരെ ഹിന്ദ് കോപ്പറിനെ നമുക്ക് ട്രേഡ് ചെയ്യാം. ഇതും നല്ലൊരു ഫോർമേഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 1 hourലും ഈ ഒരു ഏരിയയുടെ മുകളിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ നിഫ്റ്റി ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിഫ്റ്റി നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ ഒരു സ്വിംഗ് ഹൈയുടെ മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 25,900 മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അപ്പ് മൂവ് നിഫ്റ്റിയിൽ ഇനിയും പ്രതീക്ഷിക്കാം. അതല്ല ഇവിടെ തന്നെയാണ് നാളെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നാളെ ട്രേഡ് ചെയ്തില്ല. അല്ലെങ്കിൽ പിന്നെ ഈ ലോയുടെ താഴെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടുന്ന് താഴോട്ട് പോരണം. ടുഡേ നിഫ്റ്റി ഇവിടെ നിന്നുള്ള ലിക്വിഡിറ്റിയൊക്കെ ജസ്റ്റ് ഗ്രാബ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു അപ്പ് മൂവ് ചെയ്തിട്ട് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം നാളെ നിഫ്റ്റിയുടെ മൂവ് എന്താണെന്ന്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് നിഫ്റ്റി ബാങ്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്നവരെ നോ ട്രേഡിംഗ് സോണാണ്. ഓക്കെ, സോ നാളത്തെ ട്രേഡ്സും ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.